സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ, എൻ്റെ ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കടന്നു വരണമേ. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു. ദൈവമേ ആരുള്ളിടുകേ, അങ്ങേരല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയരേ, അങ്ങ് മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ പ്രിയപ്പെട്ടവരെ. കരങ്ങളൊന്ന് കൂപ്പി പിടിച്ച്, നിങ്ങളുടെ കയ്യിൽ ജപമാല ഉണ്ടെങ്കിൽ അതെടുത്ത് കയ്യിൽ പിടിച്ച്, പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് നമ്മൾ ഇന്ന് വളരെ പ്രത്യേകമാവിധം ഈ ആരാധനയിൽ പങ്കുചേരുന്നത്. അഭിഷേകം ശക്തമായ ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ വലിയൊരു സാക്ഷിയായി ജീവിക്കാനുള്ള അഭിഷേകം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ആ ജപമാലയോട് കൂടിയ കരങ്ങളൊന്ന് ദിവികാരുണ്യത്തിന് മുൻപിലൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ചോദിച്ചേ, ഈശോയെ എനിക്കൊരു വലിയ അഭിഷേകം തരണമേ. അഭിഷേകം നടക്കുമ്പോൾ അതിന് അടയാളങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മറിയത്തിൽ നിന്ന് എലിസബത്തിലേക്ക് വലിയൊരു അഭിഷേകം നടന്നു. ആ നിമിഷം എലിസബത്ത് ഇപ്രകാരം ഉദ്ഘോഷിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഇതാ ഒരഭിഷേകം നടന്ന നിമിഷമാണത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അഭിഷേകം നടക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയും. അതുകൊണ്ടാണ് നല്ല അഭിഷേകമുള്ള വ്യക്തികളുടെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു ദൈവിക ചുരുളഴിയുന്ന അനുഭവം, ദൈവം എന്നോട് സംസാരിക്കുന്ന അനുഭവം, ദൈവം എനിക്ക് കൃത്യമായിട്ട് വഴി തെളിച്ചു തരുന്ന അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. ആര് പറഞ്ഞു എലിസബത്തിനോട് അവളുടെ കൊച്ചുമകള് അവൾ കർത്താവിൻ്റെ അമ്മയാണെന്ന്, അവളുടെ ഉദരത്തിൽ ദൈവമുണ്ടെന്ന്, ദൈവപുത്രനുണ്ടെന്ന് ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ദൈവിക വെളിപ്പെടുത്തലുകളിൽ ലഭിക്കുന്നത് ഈ അഭിഷേകം നടക്കുമ്പോഴാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ എനിക്ക് വേണം. അത് വചനത്തിൻ്റെ ചുരുളഴിയുന്ന അനുഭവമാകാം, ദർശനങ്ങളിലൂടെയുള്ള ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകളാകാം, എന്നോട് നേരിട്ട് എൻ്റെ തമ്പുരാൻ സംസാരിക്കുന്ന അനുഭവമാകാം. എനിക്ക് അഭിഷേകം തരണമേ. പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവർക്കാണ്, പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്കാണ് ഈ അഭിഷേകം എപ്പോഴും കിട്ടുന്നത്. കൃപയും അഭിഷേകമുള്ളവർ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ജപമാല പ്രാർത്ഥന കുറയുമ്പോൾ, അമ്മയോട് തിരിക്കാൻ സമയം കണ്ടെത്താതിരിക്കുമ്പോൾ അഭിഷേകം കുറയുന്നു, വെളിപ്പെടുത്തലുകൾ കിട്ടാതെ വരുന്നു, ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. ആരടുത്ത് വന്നാലും അവരോട് പറയാനൊന്നും കിട്ടുന്നില്ല, ഒന്നും കാണുന്നില്ല. നമുക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ അനുഭവപ്പെടും. എന്നാൽ ജപമാല പ്രാർത്ഥന അമ്മയോടൊത്ത് ദിവികാരൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവർക്ക് എപ്പോഴും ഇങ്ങനെ അഭിഷേകം ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഈശോയെ അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി
വേണ്ടി ആദ്യം അഭിഷേകം പ്രാപിക്കേണ്ടവർ ആദ്യം ചെയ്യേണ്ടത് ജപമാല പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. ജപമാല പ്രാർത്ഥന വർദ്ധിപ്പിക്കുമ്പോൾ അഭിഷേകം നടക്കാൻ തുടങ്ങും. അഭിഷേകം നടക്കുമ്പോൾ ദൈവിക വെളിപ്പെടുത്തലുകളുടെ വലിയൊരു കൃപ, വലിയൊരു നദി, വലിയൊരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, കൂപ്പിപ്പിടിച്ച കരങ്ങളിൽ നമ്മളെ തന്നെ അങ്ങ് പൂർണ്ണമായിട്ടങ്ങ് വിട്ടുകൊടുത്തേ. രണ്ടാമതായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. അഭിഷേകം നടക്കുമ്പോൾ മറ്റൊരടയാളം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് മറിയത്തോട് കൂടെ ആയിരിക്കാനും അങ്ങനെ ദൈവിക വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാനും സാധിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ രണ്ടാമത്തെ അടയാളമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, യാചിക്കുകയല്ല, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം അത് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്ന് തന്നെയാണ്. ദൈവപുത്രൻ്റെ അമ്മയായി കഴിഞ്ഞപ്പോൾ നീ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്നുള്ള ദൈവിക രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ പറയുന്നത് എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നന്നായിട്ട് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിൽ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകം കിട്ടുന്നതിൻ്റെ മറ്റൊരടയാളമാണ്, രണ്ടാമത്തെ അടയാളമാണ് എനിക്ക് ദിവികാരുണ്യ സന്നിധിയിലിരുന്ന് ഈശോയെ അനവരത സ്തുതിക്കാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ആ ഒരു അനുഭവത്തിലേക്ക് എൻ്റെ മനസ്സുയരുകയാണ്. അതാണ് രണ്ടാമതായിട്ട് നമുക്ക് കിട്ടുന്ന മറ്റൊരടയാളം. ഇത് പറ്റുന്നുണ്ടോ? ഇതിൻ്റെ കുറവുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് അഭിഷേകം ഉണ്ടാവില്ല, അഭിഷേകം നടക്കില്ല, അഭിഷേകം കുറഞ്ഞു പോകും, അഭിഷേകത്തിൽ വളരില്ല, കൃപയിൽ വളരില്ല, കൃപകൾ കുറഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം മാറ്റിവെക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ആരാധിക്കാനായിട്ട് മാറ്റിവെക്കുന്നത് അങ്ങനെയാണ്. നമുക്കെന്തൊക്കെയോ അഭിഷേകത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് മദ്യപിക്കണമെന്ന് തോന്നുന്നു, അതുകൊണ്ട് കുറ്റം പറയണമെന്ന് തോന്നുന്നു, അതുകൊണ്ട് ആ പാവം നമ്മൾ ചെയ്തു പോകുന്നു, ഈ പാവം നമ്മൾ ചെയ്തു പോകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ദിവികാരുണ്യ സന്നിധിയിലുള്ള ഇരിപ്പ് കുറഞ്ഞു, ജപമാല പ്രാർത്ഥന കുറഞ്ഞു, അതുകൊണ്ട് എന്നിലെ അഭിഷേകം കുറഞ്ഞു. ഞാൻ അറിയാതെ തന്നെ പാപത്തിൽ വീണു പോകുന്നു. ഇപ്പൊ അഭിഷേകം പ്രാപിക്കണം. ആ അഭിഷേകം നമ്മളിൽ നിലനിൽക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒന്നുകൂടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധ അമ്മയെ പോലെ എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നേ. അഭിഷേകം നടക്കുന്നതിൻ്റെ മൂന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അസാധാരണമായ വിശ്വാസത്തിൻ്റെ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, അത് അമ്മയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ അമ്മ പറയുകയാണ്, കർത്താവിൻ്റെ ആ കൃപ, ആ കൃപയിലേക്ക് പറയാം, തമ്പുരാൻ്റെ ആ കൃപയിലേക്ക് മനസ്സങ്ങ് ഉയർത്തി കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന എന്താണ്? അവിടുത്തെ ആ കൃപ സ്വീകരിക്കാൻ തക്ക വിധം നമ്മുടെ മനസ്സങ്ങോട്ട് ഉയരുക, വിശ്വാസം നമ്മൾ ഉയരുകയാണ്. കർത്താവിൻ്റെ ആ ഹിതം നമ്മൾ അറിയുകയാണ്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവള് ഭാഗ്യവതിയായി മാറുകയാണ്. അപ്പോൾ വിശ്വസിച്ച് ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും. എനിക്ക് അഭിഷേകം തരും, എന്നെ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം എടുത്തുപയോഗിക്കും. ആ ഒരു വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. വിശ്വാസത്തിൻ്റെ കൃപ ഒന്നും എന്നെ തളർത്തിക്കളയുന്നില്ല, ഒരു ജീവിതാനുഭവത്തിൻ്റെ മുമ്പിൽ ഞാൻ പതറിപ്പോകുന്നില്ല. എനിക്ക് നല്ലൊരു കരുത്ത് കിട്ടുന്നുണ്ട്. കാരണം ദൈവം നിറവേറ്റും, ദൈവം പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ആ ഒരു വലിയ ബോധ്യത്തോടെ ആ വിശ്വാസത്തിൻ്റെ കൃപയിൽ വളരുന്ന ഒരനുഭവം പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന
കഴിയുന്നുണ്ടെങ്കിൽ, ഒരസാധാരണമായ ഒരു വിശ്വാസത്തിൻ്റെ കൃപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഈ ലോകമോഹങ്ങൾക്കൊന്നും വേണ്ടി അല്ലാതെ എൻ്റെ തമ്പുരാന് വേണ്ടി എനിക്ക് എൻ്റെ തമ്പുരാൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം വർദ്ധിച്ചിരിക്കുവാണ്. അതോർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഭിഷേകം നടക്കുമ്പോൾ നാലാമത്തെ ഒരു അടയാളമാണ് ദൈവത്തിൽ ആനന്ദിക്കാനുള്ള ഒരു കൃപ. ദൈവത്തിൽ ആനന്ദിക്കാനുള്ള ഒരു കൃപ. ഒത്തിരി നിരാശയും സങ്കടവും ദുഃഖവും വേദനകളൊക്കെ ആയിട്ട് വരുന്നവര് അതെല്ലാം മറന്നിട്ട് ദൈവത്തിലുള്ള ഒരു ആനന്ദം, അതും പരിശുദ്ധ അമ്മയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വചനമൊന്ന് ഉറക്കെ പറഞ്ഞേ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞേ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. എനിക്ക് പിന്നെ ചിത്തമില്ല, എനിക്ക് പിന്നെ ഇഷ്ടമില്ല, എനിക്ക് പിന്നെ പദ്ധതിയില്ല, എനിക്ക് പിന്നെ പ്ലാനില്ല. എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം, എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ പ്ലാൻ, എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതികൾ. അതിനുവേണ്ടി വിട്ടുകൊടുക്കപ്പെട്ടൊരു അവസ്ഥയാണ് പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അഭിഷേകം നടക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്കല്ല പ്രാധാന്യം, എൻ്റെ താല്പര്യങ്ങൾക്കല്ല പ്രാധാന്യം, എൻ്റെ പദ്ധതികൾക്കല്ല പ്രാധാന്യം. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതിൽ ആനന്ദിക്കുന്നു. അതൊരു പക്ഷേ രോഗിയായി മാറുന്നതായിരിക്കാം, അല്ലെ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നതാകാം, അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതാകാം. ഇതെന്റെ ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ പതറിപ്പോകുകയല്ല, നമ്മൾ സങ്കടപ്പെടുകയല്ല. അതുകൊണ്ട് ദൈവത്തിൽ ആനന്ദിക്കാതെ വിട്ടുകൊടുക്കാവോ? ഈ നിമിഷം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാനുകളും പദ്ധതികളും ഒന്ന് ദൈവത്തിന് സമർപ്പിക്കാവോ? എന്നിട്ടൊന്ന് കൈമാറി സ്വീകരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട്, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ഒന്ന് കൈനീട്ടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മനസ്സൊന്ന് തുറന്ന് കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച്, കർത്താവേ നീ തരിക, നീ തരുന്നത് എന്തും ഞാൻ സ്വീകരിക്കാം, ഇത് എൻ്റെ ജീവിതം ഞാൻ നിനക്ക് വിട്ടുതരുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോയെ ഒന്ന് സ്തുതിച്ചൊന്ന് ആരാധിച്ച് ഈശോ തരുന്ന ഏത് അനുഭവങ്ങളെ സ്വീകരിക്കാനുള്ള കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഹിതം അങ്ങ് സ്വീകരിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങുന്നത്. നമ്മൾ മസിൽ പിടിക്കാതിരിക്കുക, നമ്മൾ ഇന്ന കാര്യം സാധിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാതിരിക്കുക. കർത്താവിൻ്റെ ഹിതം എന്നിൽ നിറവേറിക്കൊള്ളട്ടെ. ഈശോയിൽ അതാണ് നമ്മൾ കാണുന്നത്, പരിശുദ്ധ അമ്മയിൽ നമ്മൾ അതാ കാണുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. കുരിശുമരണത്തിൻ്റെ സമയത്ത് പോലും ഈശോ പറഞ്ഞത് അതുതന്നെയാണ്, എൻ്റെ ആത്മാവിനെ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഈശോ പൂർണ്ണമായിട്ട് പിതാവിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഒന്ന് വിട്ടുകൊടുക്കാം പ്രിയപ്പെട്ടവരെ, വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ തലമുറയുടെ നമ്മള് മാതാപിതാക്കള്, നമ്മള് പ്രിയപ്പെട്ടവരെ അഭിഷേകം പ്രാപിക്കുമ്പോൾ വചനം പറയുകയാണ്, തലമുറകളോളം അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കത്തക്ക വിധം നിന്റെ ജീവിതം ധന്യമാകുമെന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മ പറയുന്ന വാക്കുകളാ ഇതാ, സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കത്തക്ക വിധത്തിലുള്ള ദൈവത്താൽ ഉയർത്തപ്പെട്ട, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞ വിശുദ്ധരായ മക്കള് നമ്മുടെ കുടുംബങ്ങളിലുണ്ടാവും. നമ്മൾ വിശുദ്ധരായി മാറും, ദൈവം അനുഗ്രഹിച്ച മനുഷ്യനായി മാറും, ദൈവം അനുഗ്രഹിച്ച മകളായി മാറും, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന മകനായി മാറും. നമ്മുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്നുകൂടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈശോയെ മക്കളെയൊക്കെ ഓർത്തേ, നിങ്ങളുടെ തലമുറകളെയൊക്കെ ഒന്ന് ഓർത്തേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഓർത്തേ. അവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ എന്തുമാത്രം ഉത്കണ്ഠകളാണ്. കുഞ്ഞുങ്ങൾക്ക് പ്രായമായിട്ടും ജീവിതാന്തം തിരഞ്ഞെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം, അവർ ഒരുപാട് ഡിഗ്രികൾ എടുത്തിട്ടും പഠിച്ചിട്ടും അവർക്കൊരു ജോലി കിട്ടാത്തതിൻ്റെ വിഷമം. പ്രിയപ്പെട്ടൊരു ദൈവമില്ലേ? ദൈവം ഉണ്ടല്ലോ നമ്മുടെ കാര്യങ്ങളിൽ, അവിടുന്ന് എപ്പോഴും ശ്രദ്ധാലുവാണല്ലോ. അതുകൊണ്ടൊന്ന് വിശ്വാസത്തോടെ നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടും, അവർക്കൊരു കുറവും വരില്ല. ദൈവമാണ് നമ്മളെ നയിക്കുന്നത്, ദൈവത്തിന് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ആ ഒരു ബോധ്യത്തോടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച്, തലമുറകളെ സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. തകർന്നു പോയിന്ന് ചിന്തിക്കല്ലേ, മക്കൾക്കൊരു ഭാവി ഉണ്ടാകില്ലെന്ന് ചിന്തിക്കരുതേ, എല്ലാം വഴിതെറ്റിപ്പോയെന്ന് ചിന്തിക്കരുതേ, ഇനി ഒരു വഴി ഇല്ല എന്ന് ചിന്തിക്കരുതേ. വഴിയുണ്ട് പ്രിയപ്പെട്ടവരെ, വഴി തുറക്കുന്നവനും വഴി ഒരുക്കുന്നവനും എല്ലാം ദൈവമാണ്. എല്ലാ വാതിലുകളും തുറന്നു തരുന്ന തമ്പുരാനാണ്.
നമ്മളതൊന്ന് ഭാവനയിൽ കണ്ടേ. കർത്താവാണ് എനിക്ക് വേണ്ടി വാതിലുകൾ, എൻ്റെ മക്കൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നു കൊടുക്കുന്നത്, അവരുടെ ജീവിത പങ്കാളിയെ കാണിച്ചു തരുന്നത്, അവർക്ക് ജോലി കൊടുക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു ആരാധിക്കുന്നു. സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന്, മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഭൂമിയിലെ മാലാഖമാരായ ഞങ്ങളും ദൈവത്തെ ആരാധിക്കുന്നു. ദൈവമേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അഭിഷേകം നടക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ലക്ഷണമാണ്, ആറാമത്തതായിട്ടുള്ളൊരു ലക്ഷണം എന്താണെന്നറിയോ? എനിക്ക് അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എന്നിൽ അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതായത് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കൃപ. അത് അഭിഷേകം നടക്കുമ്പോൾ അഭിഷേകമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ്. ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഇത് തിരിച്ചറിയുക, ഇത് തിരിച്ചറിയുക. അത് സ്വർഗത്തിൻ്റെ വലിയൊരു അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ. എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും ചിലർക്ക് മനസ്സിലാകുകയല്ല ദൈവം അനുഗ്രഹിച്ചതെന്ന്. എനിക്കില്ല, എനിക്കില്ല, എനിക്ക് അഭിഷേകമില്ല, എനിക്ക് കൃപയില്ല, എനിക്ക് അതില്ല, എനിക്കിതില്ല, സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, സമ്പത്തില്ല, വീടില്ല, ഇല്ല ഇല്ല എന്നുള്ള ആ നെഗറ്റീവ് ചിന്തകൾ അങ്ങ് വിട്ടിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതാ പറഞ്ഞില്ലേ, അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവിടുന്ന് എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് അമ്മ പറയുന്നത്. അവിടുന്ന് എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഹബക്കൂക്ക് പറയുന്നുണ്ടല്ലോ, ഈ ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി ഈ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോവുക. ദൈവം നിങ്ങളിൽ വലിയ കാര്യങ്ങൾ, ദൈവം നമ്മിൽ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാൻ പോകുകയാണ്. നമ്മളതൊന്ന് സ്വീകരിക്കാനായിട്ട് മനസ്സൊന്ന് തുറന്നേ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ചൊരിയപ്പെട്ടിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധയമ്മ പറയുന്നുണ്ട്, അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അത് നമ്മൾ ദൈവത്തിൻ്റെ ഭക്തരാണ്. അതായത് ദൈവത്തിൻ്റെ കരുണയാണ് എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഒരനുഭവം, ദൈവത്തിൻ്റെ കരുണ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം, ദൈവത്തിൻ്റെ കരുണയ്ക്ക് എന്നെ വിട്ടുകൊടുത്താൽ മതി എന്നുള്ളൊരു ബോധ്യം, ദൈവത്തിൻ്റെ കരുണയ്ക്ക് എന്നെ അങ്ങ് സമർപ്പിച്ചാൽ മതി എന്നുള്ളൊരു ബോധ്യം. ഇതൊരു അഭിഷേകത്തിൻ്റെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. പിന്നെ നമുക്ക് ആകുലപ്പെടാൻ പറ്റില്ല, നമുക്ക് അസ്വസ്ഥപ്പെടാൻ പറ്റില്ല, നമുക്ക് സങ്കടപ്പെടാൻ പറ്റത്തില്ല, നമുക്ക് നിരാശപ്പെട്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ കരുണ എന്നെ ഏറ്റെടുത്തിരിക്കുക, ദൈവത്തിൻ്റെ കരുണ എന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആകയാൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല, നമ്മൾ അസ്വസ്ഥരാകേണ്ടതില്ല. ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ കരുണ എന്നിൽ പ്രകടമാകാൻ പോകുകയാണ്, പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. അഭിഷേകം നടക്കട്ടെ. ചിലർക്ക് അഭിഷേകത്തിൻ്റെ അടയാളമായി വലിയ വിടുതൽ, തിന്മയുടെ ശക്തിയിൽ നിന്നുള്ള വലിയ വിടുതൽ ഈശോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഭിഷേകത്തിൻ്റെ അടയാളമായി ഒരിക്കലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റാതിരുന്ന മക്കൾക്ക് സ്തുതിയുടെ വരം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. അഭിഷേകത്തിൻ്റെ അടയാളമായി ഒരിക്കലും നല്ല കുമ്പസാരം നടത്താൻ പറ്റാതിരുന്ന മക്കൾക്ക് നല്ല അനുതാപത്തിൻ്റെ കണ്ണുനീര് കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ നന്ദി 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 നന്ദി. ഈശോയെ നന്ദി 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 നന്ദി. ഈശോയെ 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 ഈശോയെ. ഈശോയുടെ തിരുനാമം വിളിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയെ നന്ദി വിളിച്ചേ. എല്ലാവർക്കും കണ്ണടയ്ക്കാം പ്രിയപ്പെട്ടവരെ. ആർക്കെങ്കിലും നിങ്ങൾ ചിന്തിച്ച്, ആർക്കെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഇനിയും ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എളിമപ്പെട്ട് കർത്താവേ, എനിക്ക് എല്ലാ കൃപയും വരുന്നത്, അഭിഷേകം വരുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. ആ ഒരു ബോധ്യത്തോടെ ഞാൻ ഈശോയെ സ്തുതിക്കാതിരുന്നാൽ എന്നിൽ നിന്ന് വിട്ടു മാറേണ്ട പിശാച് മാറിപ്പോകില്ല, എന്നിൽ നിന്ന് വിട്ടു പോകേണ്ട ദുശീലങ്ങൾ വിട്ടുപോകില്ല. എൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
ദൈവത്തിൻ്റെ ആ വലിയ അഭിഷേകം നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്നു. ആർക്കെങ്കിലും ഇപ്പം ഇത്രയും സമയം നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചു, ആർക്കെങ്കിലും സ്തുതിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ ഇവിടെ ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എവിടെ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആ എലിസബത്തിനെ പോലെ ഈ ആലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യത്തെ കാണാൻ അനുഭവിക്കാനായിട്ടുള്ള അഭിഷേകം കർത്താവെ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾക്ക് തരണമേ കർത്താവേ. സ്തുതിക്കുന്നു. അഭിഷേകമുള്ളവർക്ക് മറ്റുള്ളവരിൽ ദൈവത്തെ കാണണമെങ്കിൽ നമ്മളിൽ അഭിഷേകം നടക്കണം. ജീവിത പങ്കാളിയിൽ, മക്കളിൽ, അയൽക്കാരിൽ, സുഹൃത്തുക്കളിൽ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ, അവരിൽ ദൈവം വസിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തോടെ അവരെ ശ്രേഷ്ഠരായി കരുതണമെങ്കിൽ, അവരെ ബഹുമാനിക്കണമെങ്കിൽ, അവരെ സ്നേഹിക്കണമെങ്കിൽ, അവരെ പരിഗണിക്കണമെങ്കിൽ ഈ അഭിഷേകം നമ്മളിലേക്ക് നടക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ നിമിത്തം വല്ലാതെ നിരാശപ്പെട്ട് തളർന്നു പോയ ചില മക്കൾക്ക് അവർക്കൊരു ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം നൽകി കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഒരിക്കൽ കൂടെ കോർത്ത് പിടിച്ചിട്ട് വെളിപ്പെടുത്തലുകൾ നൽകി അഭിഷേകം വെളിപ്പെടുത്തുന്ന സമയമാണ്, അഭിഷേകം ഒഴുക്കുന്ന സമയമാണ്. ഈശോ കാണിച്ചു തരികയാണ്. കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്ന ഈശോയുടെ സാന്നിധ്യം കാണിച്ചു തരുന്നു. ഓശാന വിളി ഓർക്കുക പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ കുർബാന ദിവികാരന് ഈശോ നമ്മുടെ ഈ വചനഹാള് നിറച്ച് നടന്നെത്തുന്നു, ഓരോരുത്തരുടെ അടുത്തേക്ക് പറന്നെത്തുന്നത് ഈശോ കാണിച്ചു തരുന്നു. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യമാണ്. മൈഗ്രെയിൻ്റെ ശക്തമായ വേദന മൂലം വല്ലാതെ വിഷമിച്ചിരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. അഭിഷേകം നടക്കുകയാണ്, ആ വ്യക്തിയിൽ അഭിഷേകം നടക്കുകയാണ്. രോഗശാന്തി നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ അഭിഷേകം നടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകാലുകൾ കോച്ചി വലിക്കുന്ന അവസ്ഥ മൂലം വിഷമിക്കുന്ന വ്യക്തിയിൽ അഭിഷേകം നടക്കുന്നു, ആ വ്യക്തി സൗഖ്യപ്പെടുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ആത്മാവ് ശരീരം ഒരുപോലെ അഭിഷേകത്താൽ നിറയുന്ന നിമിഷമാണിത് പ്രിയപ്പെട്ടവരെ. രോഗങ്ങൾ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നു. അപ്പൊ രോഗങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവ് സങ്കടം മാറ്റുകയാണ്. വെള്ളത്തിൽ വീണതിന്റെ ഭയം കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം കൊടുക്കുന്നു. ഇന്നർ ഹീലിംഗ് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. സ്തുതിക്കുന്നു. അപകടത്തിൽപ്പെട്ട് അരക്കെട്ടിനുണ്ടായ വേദനയും വിഷമവും കർത്താവ് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു വലിയ അപകടം, കെട്ടിടം തകർന്നു വീഴുന്ന ഒരു അപകടം ഒഴിവായി പോകാൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ. ഇടപെടണമേ ദൈവമേ, നിന്റെ സംരക്ഷണം തരണമേ കർത്താവേ. ഹല്ലേലൂയ. വന്യമൃഗങ്ങളുടെ ശല്യം, ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന കൊടുക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഒരു വിവാഹം ആശീർവദിക്കപ്പെടുന്നു. കർത്താവ് അതിനു വേണ്ടിയുള്ള കൃപ കൊടുക്കുകയാണ്, ആ വ്യക്തിക്കുള്ള അഭിഷേകം കൊടുക്കുകയാണ്. നിങ്ങൾ എൻ്റെ കുഞ്ഞാടുകളാണ് എന്ന് പറയുന്നു. നല്ല ഇടയനായിട്ട് ഈശോ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. കർത്താവിൻ്റെ ആലയാണ് നമ്മളെല്ലാം, ആ കർത്താവിൻ്റെ ആലയിലെ കുഞ്ഞാടുകളാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പണത്തോട് വലിയ ആർത്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അത് കർത്താവ് എടുത്തു മാറ്റുന്നു. ഈശോയെ സ്തുതിക്കുന്നു. കള്ളത്തോക്ക് ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്ന ഒരു വ്യക്തിയോട് അത് അവസാനിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഈശോയെ ഒരു ആത്മഹത്യ പ്രവണത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കർത്താവ് അത് എടുത്തു മാറ്റുന്നു. പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖം മാറ്റുന്നു. പുതിയ പാസ്പോർട്ട് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഓപ്പറേഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. ആ ഓപ്പറേഷൻ വിജയകരമായി ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടെടുക്കുന്ന ദിശ കാണിക്കുന്നു. നമ്മളോട് ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്താൻ പറയുന്നു. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി നമ്മുടെ മാതൃരാജ്യത്തെ ഭരിക്കുന്ന അധികാരികളെ, രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. 12 മക്കൾക്ക് അനുതാപത്തിന്റെ കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒത്തിരി പേർക്ക് കുടുംബത്തിൽ സമാധാനം നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. ഈശോയെ വളർത്തുമൃഗം, അവരുടെ ഉപജീവന മാർഗമാണ് പശുക്കള്. അത് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ ഈശോ ആ പശുവിൻ്റെ രോഗങ്ങൾ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മുടെ ഈ സമൂഹത്തിന് സ്വർഗം തരുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം.
ഈശോയ. മക്കളെ ഓർത്ത് കണ്ണുനീർ വാർത്ത് കരയുന്ന ഒരമ്മച്ചിയോനെ ഈശോ ആശ്വസിപ്പിക്കുന്നു, സ്വാതന്ത്ര്യപ്പെടുത്തുന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയെ കരുണ തോന്നണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണ തോന്നണമേ. ഈശോയെ മെഷീൻ വാൾ ഉപയോഗിച്ച് അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധാലുവാകാനായിട്ട് കർത്താവ് സന്ദേശം തരുന്നു. നട്ടലിനേറ്റ ഒരു ക്ഷതം കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയുടെ സ്നേഹം വളരെ ആഴത്തില് അടുത്ത് അനുഭവിക്കാനുള്ള കൃപ കർത്താവ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. കോഴി വളർത്തി ഉപജീവന മാർഗം നേടുന്നു. ആ കോഴി വളർത്തിൽ വസന്ത രോഗം പിടി കൂടാതിരിക്കാൻ വേണ്ടി അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. 4 വർഷം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വേദനിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ആരോ പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നു. ഈശോയെ, ഈശോയെ രോഗശാന്തിക്ക് വേണ്ടി മോണപ്പഴുപ്പ് സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. തിന്മയുടെ ബന്ധന അവസ്ഥയിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നു. ദൈവത്തിലേക്ക് ആഴമായി കടന്നു വരാനും ഈശോയിൽ വിശ്വസിക്കാനുമുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. സ്ഥലം വിൽപ്പന 3 ഏക്കർ സ്ഥലം വിൽക്കാനും അവരുടെ സാമ്പത്തിക കടബാധ്യതകൾ തീർക്കാനുമുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറയുന്നു. വലത്തുകരം ഉയർത്തുകയും നമ്മുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ട നിയോഗങ്ങൾ ഏറ്റെടുത്ത് എല്ലാവരും ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയെ നന്ദി കർത്താവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ ഒരു ഫോട്ടോഗ്രാഫറിനെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ഈശോയെ യൂട്രസ് സംബന്ധമായ രോഗത്തിൽ നിന്ന് കർത്താവ് വിടുതൽ കൊടുത്ത ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. വീട്ടിലും പറമ്പിലും പാമ്പിന്റെ ഉപദ്രവം മൂലം വല്ലാതെ വിഷമിക്കുന്നു. കർത്താവ് അതിനെ ആട്ടിപ്പായിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ലിജോ എന്നു പേരുള്ള ഒരു മകനെ ഈശോ അനുഗ്രഹിക്കുന്നു. മാത്യൂസ് എന്ന് വിളിക്കുന്ന ഒരു മകനെ ഈശോ അനുഗ്രഹിക്കുന്നു. വീട്ടിലേക്ക് കുടിവെള്ളം കിട്ടാത്തതിന്റെ വിഷമം കർത്താവ് മാറ്റിക്കൊടുക്കുന്നു. കുടിവെള്ളം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു. നമുക്കിടെ ഏത് ആവശ്യങ്ങളും ദൈവം ശ്രദ്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്യമത വിശ്വാസത്തിൽ നിന്ന് പിന്മാറണമെന്ന് കർത്താവ് ഒരു വ്യക്തിയോട് പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഒരു വീട് വിൽക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. 80 സെന്റ് സ്ഥലം വിറ്റ് പോകാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. കൂൺ കൃഷി അത് നന്നായിട്ട് ചെയ്യാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഒരു മകനെ, ഒരു വ്യക്തിയെ ഈശോ വചനവേദിയിലേക്ക് ഉയർത്തുന്നു. അഭിഷേകം നടക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൂടോത്രം, മന്ത്രവാദം തുടങ്ങിയ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കർത്താവ് ഒരു വ്യക്തിയോട് ആവശ്യപ്പെടുന്നു. ഈശോയെ സ്തുതിക്കുന്നു. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയെ കർത്താവ് വളരെ പ്രത്യേകമാവിധ ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. വലിയ വിശ്വാസത്തിൻ്റെ കൃപ നൽകുന്നു. കർത്താവ് എല്ലാവരുടെയും കയ്യിൽ തിരി തെളിച്ചു കൊടുക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ ഒന്നും കൂടെ വിളിച്ച് കരങ്ങൾ നീട്ടിപ്പിടിച്ച് എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുതാനായിട്ട് കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. എഴുതാനുള്ള കൃപ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി വലിയ ദൈവാനുഭവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. നാവിനെ നിയന്ത്രിക്കാനായിട്ടുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരമ്മയോട് മക്കളോട് ശാപവാക്കുകൾ പറയരുത് എന്ന് പറഞ്ഞ് ഈശോ ശാസിക്കുന്നു. ഈശോയെ, 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 ഈശോയെ. എപ്പോഴും സ്വന്തം അമ്മയുടെ കല്ലറയ്ക്കൽ പോയി പ്രാർത്ഥിക്കുന്ന ശീലമുള്ള ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ, അൽസിമേഴ്സിന്റെ രോഗം മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് പരിഗണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്ദി പറയാം. ദൈവമുണ്ട് നമ്മുടെ കൂടെ. ഈശോയെ, അമിതമായിട്ടും മുടി കൊഴിയുന്നത് മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ, മധുര
മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഉപജീവന മാർഗം തേടുന്ന ഒരു കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്നു. ഈശോയെ, വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയോട് ഈശോ പറയും, നിന്റെ സഹനങ്ങളെല്ലാം അനുഗ്രഹമായി മാറുമെന്ന് ഈശോ പറയുന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ കൂടുതൽ സ്നേഹിക്കാനുള്ള അഭിഷേകം, സാക്ഷികളായി മാറാനുള്ള അഭിഷേകം നമുക്ക് തരട്ടെ. കർത്താവ് തരട്ടെ. ഈശോയെ നന്ദി. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ നിമിഷങ്ങളിൽ കരങ്ങൾ തുറന്നു പിടിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. ഈശോയെ ഹലലലല തുറന്നു പിടിച്ച കരങ്ങളിൽ നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള അഭിഷേകമാണോ വേണ്ടത് അത് ചോദിച്ചു കൊള്ളുക. ചിലർ പ്രാർത്ഥനയുടെ അഭിഷേകം ചോദിക്കും, ചിലർ ക്ഷമയുടെ അഭിഷേകം ചോദിക്കും, ചിലർ സഹനശക്തിയുടെ അഭിഷേകം ചോദിക്കും, ചിലർ വിശ്വാസത്തിൻ്റെ അഭിഷേകം ചോദിക്കും, ചിലർ ഭാഷാവരത്തിൻ്റെ അഭിഷേകം ചോദിക്കും, ചിലർ സഹനശക്തിയുടെ അഭിഷേകം ചോദിക്കും, ചിലർ ദർശനവരത്തിൻ്റെ അഭിഷേകം ചോദിക്കും, ചിലർ വിശ്വാസത്തിൻ്റെ അഭിഷേകം ചോദിക്കും, സ്നേഹത്തിൽ വളരാനുള്ള അഭിഷേകം ചോദിക്കും. എല്ലാം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ട അഭിഷേകം ചോദിച്ചോ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരും. നിങ്ങളുടെ മേൽ ആ കൃപ തരും. നിങ്ങളുടെ മേൽ ആ അഭിഷേകം നടക്കും. നിങ്ങളൊരു അതിശയമായി മാറും. നിങ്ങൾ ഈ ലോകത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു വിസ്മയമായി മാറും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകം ആരും നടക്കുന്നു അവരൊക്കെ ലോകത്തിന് മുമ്പിൽ ഒരു അതിശയമാണ്. അവരൊക്കെ ലോകത്തിന് മുൻപിൽ ഒരു വിസ്മയമാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു അതിശയമായി, അഭിഷേകമായി മാറാൻ തക്ക വിധത്തിലുള്ള സ്വർഗത്തിന്റെ അഭിഷേകം ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മളിലേക്ക് പരിശുദ്ധ അമ്മയുടെ കൊടാനുകോടി മാലാഖമാരുടെ മാധ്യസ്ഥം വഴി സ്വർഗം തരുന്ന നിമിഷമാണ്. എത്ര കോടി മാലാഖമാരെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചു. അത്രയും കോടി മാലാഖമാര് ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി അഭിഷേകം ചോദിക്കുകയാണ്. എത്ര ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചു. ആ ജപമാല പ്രാർത്ഥനയുടെ മുഴുവൻ അഭിഷേകം ഇതാ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മളിലേക്ക് കടന്നു വരികയാണ്. അഭിഷേകം പ്രാപിക്കുന്ന നിമിഷമാണിത്. അമ്മ നമുക്ക് വേണ്ടി അഭിഷേകം ഈശ്വരടുത്ത് ചോദിക്കുന്നു. മാലാഖമാര് നമുക്ക് വേണ്ടി ലോകത്തെ വിസ്മയിപ്പിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയുള്ള മക്കളായി മാറാൻ വേണ്ടി മാലാഖമാർ അഭിഷേകം ചോദിക്കുന്നു. രക്തസാക്ഷികൾ നമുക്ക് വേണ്ടി അഭിഷേകം ചോദിക്കുന്നു. എല്ലാ സ്വർഗത്തിന്റെ മധ്യസ്ഥം ആകയാൽ അഭിഷേകം നടക്കുന്നു. അഭിഷേകം നടക്കുന്നു. ഈ ലോകത്തെ ചപ്പൻ ചവറുമായി കാണാനുള്ള അഭിഷേകം നടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യജീവന് വേണ്ടി പോരാടാനുള്ള അഭിഷേകം നടക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പാടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പന്തക്കുസ്താദിനെ എന്താണോ സംഭവിച്ചത് അതുപോലെയുള്ള അഭിഷേകം വെറും സാധാരണക്കാരായ മനുഷ്യരെ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന അസാധാരണ മനുഷ്യരാക്കി മാറ്റിയ സ്വർഗത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഞങ്ങളുടെ മേലും ഉണ്ടാകട്ടെ, ഞങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. കരങ്ങളടിച്ചു പാടാം. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുതി. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. എഴുന്നേറ്റ് നിന്ന് പാടിക്കേ. അഭിഷേകത്തോടെ ഈ തലമുറ എഴുന്നേൽക്കണം. ഈശോയേ, ആമേൻ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. കർത്താവേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. അഭിഷേകം അഭിഷേകമിറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാ. അഭിഷേകം അഭിഷേകമിറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും,
ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. നിത്യസ്തുതിയോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരിക്ക് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മധ്യത്തിലാരും ഞങ്ങളെ അനുഗ്രഹിച്ച് നിത്യസ്തുതിയോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരിക്ക് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ വിശദീകരിച്ച് നിത്യം സ്തുതിയോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരിക്ക് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി നന്ദി എന്നേശുവേ, നന്ദി എന്നേശുപരാ.